ഈശോയ്ക്കും ഒരുപാട് നന്ദി. എൻ്റെ പേര് അയന. ഞാൻ പോണേക്കരയിൽ നിന്നാണ് വരണത്. 2020 സെപ്റ്റംബർ 13 ആയിരുന്നു എൻ്റെ വിവാഹം. എൻ്റെ വിവാഹം കഴിഞ്ഞ് 10ാം മാസം ഞാൻ ഗർഭിണിയായി. ഒരുപാട് സന്തോഷമായിരുന്നു ഗർഭിണിയായപ്പോൾ. പക്ഷേ ആ സന്തോഷത്തിന് അധികം നാളുണ്ടായിരുന്നില്ല. 2 മാസമായപ്പോൾ തന്നെ അബോഷനായി. അതിനുശേഷം കുറച്ച് നാൾ ഞങ്ങൾ കാത്തിരുന്നു ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട്. കുഞ്ഞുങ്ങളാവാതെ ആയപ്പോൾ, പീരിയഡ്സ് റെഗുലർ അല്ലാതെ ആയപ്പോൾ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കാണിച്ചു. അപ്പോൾ എനിക്ക് ചെറിയൊരു ഫൈബ്രോയിഡ് യൂട്രസിൽ കണ്ടിരുന്നു. ചെറുതാണ്, മരുന്ന് കഴിച്ചാൽ മാറുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതിൻ്റെ ഇതിൽ മരുന്ന് തുടങ്ങിയായിരുന്നു. മരുന്ന് തുടങ്ങി ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് പീരിയഡ്സ് ആയില്ല. പീരിയഡ്സിൻ്റെ ഡേറ്റ് ആയിരുന്നു, പീരിയഡ്സ് ആയില്ല. ഞാൻ വെറുതെ ഒന്ന് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കി. ഉറപ്പൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. അത് വളരെ സന്തോഷവും പേടിയും തന്നൊരു ദിവസമായിരുന്നു അന്ന്. അപ്പോൾ തന്നെ ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ ഒരു 7 മാസമായപ്പോൾ കുഞ്ഞിൻ്റെ ഒപ്പം തന്നെ ഫൈബ്രോയിഡും വളരുന്നുണ്ടായിരുന്നു. 7 മാസമായപ്പോൾ എനിക്ക് BP വളരെയധികം വളരെ കൂടി BP നിന്നു. പിന്നെ ഫൈബ്രോയിഡ് ആണെങ്കിൽ 7 സെൻറ്റിമീറ്ററായിട്ട് വളർന്നു. അപ്പോൾ വേറെ ഒന്നുമില്ല. ഡോക്ടർ പറഞ്ഞു ഇനി സിസേറിയനാണ് ചെയ്യാൻ പറ്റൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കൊച്ചപ്പോൾ ഒരു 1 കിലോഗ്രാമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 8 മാസമായപ്പോൾ ഞാൻ BP കൂടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. പിന്നെ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കുള്ള മരുന്നുകളും BP കുറയാനുള്ള മരുന്നുകളും സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അഡ്മിറ്റായി. അപ്പോൾ ഒരു ദിവസം എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു അതിനൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് അതിൻ്റെ കാര്യം. യൂട്രസിൻ്റെ ഏറ്റവും താഴത്തെ തട്ടിലാണ് ഈ മുഴയുള്ളത്. അതും 7 സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പോൾ കുഞ്ഞിനെ രക്ഷപ്പെടുത്തണമെങ്കിൽ നീളത്തിലും വട്ടത്തിലും സിസേറിയൻ ചെയ്യേണ്ടി വരും. നീളത്തിലും ആദ്യം ഫൈബ്രോയിഡ് പുറത്തെടുക്കേണ്ടി വരും, എന്നിട്ടേ കുഞ്ഞിനെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 2 തവണ കീറേണ്ടി വരും. അങ്ങനെ കീറുന്നതിൻ്റെ കൂടെ യൂട്രസും കൂടി റിമൂവ് ചെയ്യേണ്ടി വരുമെന്ന് ഡോക്ടർ പറഞ്ഞു. അന്ന് എനിക്ക് 26 വയസ്സാണ്. എല്ലാവരും ഒരുപാട് വിഷമിച്ചു. ഹസ്ബൻഡൊക്കെ ഒരുപാട് കരഞ്ഞു പ്രാർത്ഥിച്ചു. എനിക്കും എൻ്റെ അമ്മയ്ക്കും ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു, ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. BP ഉള്ളതുകൊണ്ട് ടെൻഷൻ പാടില്ലായിരുന്നു. അങ്ങനെ ഇത് എൻ്റെ ഭർത്താവിൻ്റെ അമ്മയാണ്. ഭർത്താവിൻ്റെ അമ്മ അങ്ങനെ അമ്മയുടെ അനിയത്തി വഴി കൃപാസന മാതാവിനെക്കുറിച്ച് അറിഞ്ഞു. അമ്മ ആൻറ്റിയുടെ കൂടെ ഇവിടെ വന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഉടമ്പടി എടുത്തു. ഉടമ്പടി വസ്തുക്കളുമായിട്ട് അമ്മ നേരെ ഹോസ്പിറ്റലിലേക്ക് വന്നു. ഞാനപ്പോൾ അവിടെ അഡ്മിറ്റാണ്. എന്നും ഞങ്ങൾ പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം കൊണ്ട് എൻ്റെ വയറ്റിൽ കുരിശ് വരയ്ക്കുമായിരുന്നു. മാതാവിൻ്റെ ഉപ്പ് കലർത്തിയ വെള്ളം ഞാൻ കുടിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ശരിക്കും ഞാനൊരു ചൊവ്വാഴ്ചയാണ് അഡ്മിറ്റ് ആയത്. വെള്ളിയാഴ്ചത്തേക്ക് സിസേറിയൻ ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത്. കുഞ്ഞിനന്ന് 1 കിലോഗ്രാമേ വെയിറ്റ് സ്കാനിങ്ങിൽ കാണിച്ചുള്ളൂ. അതിന് മുമ്പായിട്ട് ഡോക്ടർ പറഞ്ഞു നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം. അങ്ങനെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതൊരു മിറാക്കിളാണല്ലോ, കുഞ്ഞിന് വളർച്ചയിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, ബ്ലഡ് ഫ്ലോയ്ക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം, മാക്സിമം കുഞ്ഞ് വയറ്റിൽ കിടന്ന് വളരട്ടെ എന്ന് ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ സിസേറിയൻ ചെയ്യേണ്ട സ്ഥാനത്ത് ഞങ്ങൾ ഡിസ്ചാർജായി വീട്ടിലേക്ക് വന്നു. പിന്നെയും 2 ആഴ്ച കൂടി വെയിറ്റ് ചെയ്തു, അപ്പോഴും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ 36 ആഴ്ച വരെ വെയിറ്റ് ചെയ്തു. 36ാമത്തെ ആഴ്ച അപ്പോഴും ഡോക്ടർ പറഞ്ഞു 36 ആഴ്ച എത്തിയതേ ഉള്ളൂ, കുഞ്ഞിന് വളർച്ച കുറവുണ്ട്, സിസേറിയനെ ചെയ്യാൻ പറ്റുള്ളൂ, ഫൈബ്രോയിഡ് ഉള്ള കാരണം ബ്ലീഡിങ്ങും ഉണ്ടാവും, ഡോണേഴ്സിനെ അറേഞ്ച് ചെയ്തു ബ്ലഡിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഒരുപാട് മുട്ടിപ്പായിൽ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ സമയങ്ങളിലെല്ലാം ഞങ്ങൾ മാതാവിനെ കൈവിടാതെ പിടിച്ച്, ശരിക്കും മാതാവ് താഴെ ഇറങ്ങി വന്നു എന്ന് പറയാം. അതുപോലെ ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചു. പെയിൻ വരാനായിട്ട് എനിക്ക് മരുന്ന് തന്നു. എനിക്ക് സിസേറിയൻ ആവുമെന്ന് വിചാരിച്ചു, പക്ഷേ മരുന്ന് തന്നപ്പോൾ തന്നെ എനിക്ക് പെയിൻ വന്നു. വളരെ പെട്ടെന്ന് തന്നെ ഞാൻ പ്രസവിച്ചു. സിസേറിയൻ ചെയ്യേണ്ടി വന്നില്ല, വളരെ പെട്ടെന്ന് തന്നെ ഞാൻ പ്രസവിച്ചു. എനിക്കൊരു ആൺകുഞ്ഞുണ്ടായി. യൂട്രസിനും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പറഞ്ഞ പോലെ ബ്ലീഡിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. എഴുന്നേറ്റ് നടക്കാനൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു, നോർമലായിരുന്നു, യാതൊരു കുഴപ്പമില്ലാതെ 3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ ഡിസ്ചാർജ് ചെയ്തു. ഒരു കുഴപ്പവും എനിക്ക് ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് നേർന്നിരുന്നു, ഞാനിവിടെ ഒന്ന് സാക്ഷ്യം പറയാം, എനിക്ക് മോനാണ് ഉണ്ടായത്, മോനെ മാതാവിൻ്റെ നടയിൽ കിടത്തിയേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മാതാവ് ദാനമായിട്ട് തന്ന എൻ്റെ മോനെ ഞാനൊരു 4 മാസമൊക്കെ ആയപ്പോൾ കൊണ്ടുവന്ന് മാതാവിൻ്റെ ഈ നടയിൽ കൊണ്ടുവന്ന് എൻ്റെ മോനെ ഞാൻ കിടത്തി. മാതാവിനോട് ഒരുപാട് നന്ദി പറഞ്ഞു. കൂട്ടത്തിൽ കൂടെ എൻ്റെ ഫൈബ്രോയിഡ് ഒരു 7 മാസമാകുമ്പോൾ ടെസ്റ്റ് ചെയ്യണം, സർജറി ചെയ്യണം എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയി, മാതാവേ എൻ്റെ ഫൈബ്രോയിഡും കൂടി മാറ്റിത്തരണം, ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് പ്രാർത്ഥിച്ചിരുന്നു. ഒരു 7 മാസം, മോനെ ഒരു 7 മാസമായപ്പോൾ ഞങ്ങൾ സ്കാൻ ചെയ്തു. അപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചത് വേറെ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും മരുന്ന് കഴിച്ചോ എന്നാണ്. കാരണം ഈ 7 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്ന എൻ്റെ മുഴ ചുരുങ്ങിപ്പോയി. ആ ഫൈബ്രോയിഡ് ഉണ്ടായിരുന്ന സ്ഥാനത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, യൂട്രസ് ക്ലിയർ ആയിരുന്നു. അത്രയും വലിയൊരു അനുഗ്രഹമാണ് എനിക്ക് മാതാവ് തന്നത്. പിന്നെ എൻ്റെ മോനെ തന്നു. ഞാനും എൻ്റെ ഭർത്താവും കൂടി വന്ന് ഉടമ്പടി എടുത്തു.
പിന്നെ ഭർത്താവിൻ്റെ കയ്യിൽ ചെറിയൊരു പരുക്കുണ്ടായിരുന്നു. ഉടമ്പടി തൈലം തേച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനും നല്ല വ്യത്യാസമുണ്ട്. ശരിക്കും വിരലിൻ്റെ ഒരു ഭാഗം തന്നെ പോയതായിരുന്നു ഭർത്താവിൻ്റെ കൈ. അത് നല്ല വ്യത്യാസമുണ്ട്. ഇപ്പോൾ മുറിവൊക്കെ കരിഞ്ഞു തുടങ്ങി. ഉടമ്പടി തൈലം തേച്ച് ഇന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. മാതാവ് തന്ന അനുഗ്രഹത്തിന് വളരെ 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 നന്ദി. പിന്നെ എനിക്കറിയാവുന്നവരെല്ലാവരോടും, മക്കളില്ലാത്തവരോടും എനിക്കറിയാവുന്ന എല്ലാവരോടും ഞാൻ മാതാവിനെക്കുറിച്ച് പറയും. എനിക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടുള്ള എൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ഞാൻ എല്ലാവരോടും പറയും. മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറയും. മാതാവിൻ്റെ പത്രം കൊടുക്കും. അങ്ങനെ ഞാൻ പറയും. അങ്ങനെ എല്ലാവർക്കും പത്രം കൊടുക്കും. പിന്നെ അറിയുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടെന്ന് കേൾക്കുന്നവർക്കൊക്കെ നമ്മൾ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ, സാമ്പത്തികപരമായിട്ടും മാനസികപരമായിട്ടാണെങ്കിലും പറ്റുന്ന സഹായങ്ങളെല്ലാം നമ്മൾ ചെയ്യും. ഭക്ഷണം കൊടുക്കും. എൻ്റെ അമ്മയ്ക്ക് കേറ്ററിംഗ് ആണ്. അപ്പോൾ ഞങ്ങൾ പൊതി കെട്ടുമ്പോൾ ആരെങ്കിലും വഴിയരികിൽ ഭക്ഷണം കിട്ടാതിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു പൊതിയെങ്കിലും ആർക്കെങ്കിലും കൊടുക്കാൻ ഞങ്ങൾ ശ്രമിക്കും. അങ്ങനെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ എല്ലാവരെയും സഹായിക്കും. ഉൽപ്പത്തി 35:11. ഞാൻ സർവശക്തനായ ദൈവമാണ്, നീ സന്താനപുഷ്ടിയായി പെരുകുക.